AI-യിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് തള്ളിയിട്ടുണ്ടോ? ഒന്ന് ശ്രമിച്ചാൽ അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പ് 5 AI ടൂളുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആശയം കൃത്യമായ ഒരു പ്രോംപ്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇമേജ് റെഫറൻസ് കൊടുത്തുകൊണ്ട് അതിനെ ഒരു മൂവിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രോംപ്റ്റിംഗ് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് പഠിക്കുക തന്നെ വേണം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കാൻ ഈ പറയുന്ന ടൂളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതിനകത്ത് ഇത് പെയ്ഡ് ടൂളുകളാണ്, എന്നിരുന്നാലും ഫ്രീ ആയി ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുകളും ഉണ്ട്. പിക്സ്വേഴ്സിൽ നമുക്ക് ഒരു ഇമേജ് റെഫറൻസ് കൊടുത്തുകൊണ്ട് വീഡിയോ ആക്കാം, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് വീഡിയോ ആക്കാം. മാത്രമല്ല ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ എഫക്റ്റുകളുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എഫക്ട്സുകൾ അടങ്ങിയ ടൂളാണ് പിക്സ്വേഴ്സ്. രണ്ടാമത്തത് പിക്ക ആർട്സ് ആണ്. പിക്ക ലാബ്സും ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇമേജ് റെഫറൻസ് കൊടുത്തുകൊണ്ടോ നമുക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള വീഡിയോ എഫക്ട്സുകൾ, സ്പെഷ്യൽ എഫക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് ഉണ്ട്. വളരെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ടൂളാണ് ഹൈലുവോ AI. നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഡെയിലി ഒരു ക്രെഡിറ്റ് തരുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് 2-3 വീഡിയോകൾ നമുക്ക് ഒരു ദിവസം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിങ് AI നിലവിൽ ഹൈ ക്വാളിറ്റിയുള്ള, വളരെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരുന്ന ഒരു ടൂളുകളിലൊന്നാണ് ക്ലിങ് AI. അഞ്ചാമത് വരുന്നതാണ് റൺവേയുടെ കാര്യം പറയാനില്ല. വന്ന കാലം മുതൽ AI വീഡിയോ ക്രിയേഷൻ തുടങ്ങിയ കാലം തൊട്ടേ റൺവേ നിലവിലുണ്ട്. അന്ന് മുതൽ ഇപ്പോഴും ടോപ്പ് 1 പൊസിഷനിൽ നിൽക്കുന്ന ടൂളാണ് റൺവേ ML. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രൊഫഷണലായിട്ട് മാറുകയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.